ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലേക്കാണ്. ഇരിഞ്ഞാലക്കുടയിലെ സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് വരാം. അവിടെ LDF-ന് വേണ്ടി മത്സരിക്കുന്നത് ആർ ബിന്ദു, സിറ്റിംഗ് MLA, നിലവിലെ മന്ത്രി കൂടിയാണ് ആർ ബിന്ദു. തോമസ് ഉണ്ണിയാടൻ UDF-ന് വേണ്ടി മത്സരിക്കുന്നു. തിരിച്ചുവരവാണ് തോമസ് ഉണ്ണിയാടന്റെ മുൻ ചീഫ് വിപ്പ് കൂടിയാണ് തോമസ് ഉണ്ണിയാടൻ. സന്തോഷ് ചെർക്കളം അവിടെ NDA-ക്ക് വേണ്ടി മത്സരിക്കുന്നു. മന്ത്രി ആർ ബിന്ദു പ്രതിനിധീകരിക്കുന്ന ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ഇത്തവണ ആര് ജയിക്കുമെന്നുള്ളതാണ് ചോദ്യം. മുൻ MLA തോമസ് ഉണ്ണിയാടൻ തിരിച്ചുവരവിനുള്ള വലിയ മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്. മുൻപില്ലാത്ത ഐക്യം ഇത്തവണ ഉണ്ടായെന്ന് UDF അവകാശപ്പെടുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നാണ് LDF-ന്റെ പ്രതീക്ഷ. അപ്പോൾ എന്ത് സംഭവിക്കും ഇക്കുറി ഇരിഞ്ഞാലക്കുടയിൽ എന്ന ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ 3 കുറി എന്താണ് സംഭവിച്ചത് എന്നൊന്ന് നോക്കാം. നോക്കൂ, 2011 10404 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ തോമസ് ഉണ്ണിയാടൻ ജയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് UDF സർക്കാർ അധികാരത്തിലേറിയ 2011 12404 വോട്ടിന്റെ ലീഡ് അവിടെ തോമസ് ഉണ്ണിയാടൻ ഉണ്ടായിരുന്നു. പക്ഷേ 2016 ആ സീറ്റ് കൈവിട്ടുപോയി. 2711 വോട്ടിനാണ് മന്ത്രി ആർ ബിന്ദു ജയിക്കുന്നത്. 2021 ആ സീറ്റ് നിലനിർത്തുന്നു മന്ത്രി ആർ ബിന്ദു. പക്ഷേ 5949 വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. എന്ന് വെച്ചാൽ LDF-ന് അനുകൂലമായി വലിയ തരംഗം മാഞ്ഞു വീശിയ 16-ലും 21-ലും 5949-ഉം 2711 മാത്രമാണ് അവിടുത്തെ ലീഡ് എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. അപ്പോൾ അത് മറിക്കാൻ കഴിയുന്ന ഒരു ലീഡാണ്, ഒരു ഭൂരിപക്ഷമാണ് എന്ന വലിയ കണക്ക് കൂട്ടലും വലിയ പ്രതീക്ഷയും UDF ക്യാമ്പിലുണ്ട്. എന്തായിരിക്കും ഇരിഞ്ഞാലക്കുടയിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വീണ്ടും നട്ടരാജിലേക്ക്. നട്ടരാജ്, ഇരിഞ്ഞാലക്കുട ഇക്കുറി കാത്തുവെച്ചത് എന്താണ് എന്ന് വെച്ചാൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ 2 കുറിയും അവിടെ LDF സ്ഥാനാർത്ഥി മന്ത്രി ആർ ബിന്ദു ജയിച്ചു കയറിയത്. അതുകൊണ്ട് മറിച്ചിടാൻ പാകത്തിലുള്ള ഒരു ഫിഗർ മാത്രമേ ഉള്ളൂ എന്ന് UDF ക്യാമ്പ് കണക്ക് കൂട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രകടനം ഈ വോട്ടെടുപ്പിൽ ക്യാമ്പയിന്റെ ഘട്ടത്തിലൊക്കെ UDF കാഴ്ചവെച്ചു എന്നൊരു ആത്മവിശ്വാസം ആ ക്യാമ്പിനുണ്ടോ? നിലനിർത്താൻ ഏതെല്ലാം അർത്ഥത്തിൽ പയറ്റിയിട്ടുണ്ട് LDF അവിടെ? സൈഫുദ്ദീൻ പറഞ്ഞ കണക്കുകളിൽ 2016 LDF സ്ഥാനാർത്ഥി ആർ ബിന്ദു ആയിരുന്നില്ല. TU അരുണൻ മാഷാണ് 2016 CPM-ന്റെ MLA ആയി ജയിച്ചത്. കഴിഞ്ഞ തവണയാണ് ആർ ബിന്ദു അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തത്. എന്തായാലും ആകെ 7 പഞ്ചായത്തുകളിൽ 6 LDF-ന് ഭരണമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരെണ്ണത്തിലാണ് UDF-ന് ഭരണമുള്ളത്. കാട്ടൂർ, കാർളം, മുരിയാട്, വേളൂക്കര, പൂമംഗലം, പടിയൂർ എന്നിവിടങ്ങളിൽ LDF ഭരിക്കുമ്പോൾ ആളൂർ പഞ്ചായത്തിൽ UDF ഭരിക്കുന്നു. പ്രധാനമായും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആണ് എന്നുള്ളതാണ്. ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എന്താകും അവിടുത്തെ സ്ഥിതി എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. മന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്കുള്ളൊരു വിലയിരുത്തൽ കൂടിയാകും ഈ ജനവിധി എന്ന് പറഞ്ഞാലും തെറ്റാവില്ല. എന്തായാലും തോമസ് ഉണ്ണിയാടൻ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം കഴിഞ്ഞ 2 തവണയും ചിത്രത്തിൽ വന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത്തവണ അത് തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസിൽ നിന്നും പിന്തുണയുണ്ടാകുകയും പടലപ്പിണക്കങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ഇത്തവണ തോമസ് ഉണ്ണിയാടൻ മത്സരത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണവിരുദ്ധ വികാരം കൂടി വരുമ്പോൾ തനിക്കൊപ്പം നിൽക്കും ഇരിങ്ങാലക്കുട എന്ന് കേരള കോൺഗ്രസ് ജോസഫിന്റെ അംഗം കൂടിയായ തോമസ് ഉണ്ണിയാടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ ലീഡ് നേടിയ മണ്ഡലം കൂടിയാണ് ഇരിങ്ങാലക്കുട. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സുരേഷ് ഗോപി ഉയർത്തിയ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ BJP-ക്കും അവിടെ വോട്ട് ബാങ്ക് ഉണ്ട്. സന്തോഷ് ചെറാകുളം ഒരു ചെറിയ മീനല്ല. അദ്ദേഹം എത്ര വോട്ടുകൾ പിടിക്കും എന്നുള്ളതും വളരെ വളരെ നിർണായകമാവും. എന്തായാലും ഇരിങ്ങാലക്കുടയിലെ ജനവിധി വളരെ ആകാംക്ഷയോടുകൂടിയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഉണ്ണിയാടൻ ജയിക്കുകയാണെങ്കിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ തോമസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടി ഉണ്ണിയാടൻ മന്ത്രി വരെ അയക്കും എന്നൊക്കെ തന്നെ ഇവിടെ പ്രചാരമുണ്ടായിരുന്നു. നിലവിലും ഒരു സിറ്റിംഗ് മന്ത്രി ഉള്ള മണ്ഡലം കൂടിയാണ് ഇരിങ്ങാലക്കുട. എന്തായാലും വലിയ പോരാട്ടം ഇവിടെ നടന്നു. ആരാകും വിജയി എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇരിഞ്ഞാലക്കുട നട്ടരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റാണ് അവിടെ മത്സരിക്കുന്നത്. തോമസ് ഉണ്ണിയാടനാണ്. ഒരുപക്ഷെ തെക്കൻ ജില്ലകളിലെ മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസ് ജോസഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ മാറ്റി നിർത്തിയാൽ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവും കൂടിയാണ്, കേരള കോൺഗ്രസ് ജോസഫിന്റെ പ്രധാനപ്പെട്ട നേതാവും കൂടിയാണ് തോമസ് ഉണ്ണിയാടൻ. മുൻ ചീഫ് വിപ്പാണ്. ഇക്കുറിയും ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ തോമസ് ഉണ്ണിയാടൻ വേഴ്സസ് മന്ത്രി ആർ ബിന്ദു. അപ്പോൾ ആ ഒരു ടൈറ്റ് ഫൈറ്റിൽ ആര് ജയിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ.